തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ അല്പസമയത്തിനകം പുലികൾ ഇറങ്ങും. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് അരമണി കിലുക്കി താളത്തിൽ ചുവട് വെച്ച് 350-ലേറെ പുലികളാണ് ഇറങ്ങുന്നത്. പാട്ടുരായ്ക്കൽ സംഘമായിരിക്കും ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുക. 7 സംഘങ്ങളായാണ് പുലികൾ ഇറങ്ങുന്നത്. തൃശൂരിൽ നിന്നും പുലിക്കളി വിശേഷങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എങ്ങനെയാണ് അവിടെ പുലികളൊക്കെ ഇറങ്ങി തുടങ്ങിയോ? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇനി ആവേശത്തിന്റെ മണിക്കൂറുകളാണ്. അല്പമാണ് ഞങ്ങളുള്ളത് സ്വരാജ് റൗണ്ടിലാണ്. സ്വരാജ് റൗണ്ടിൽ പുലികൾ കീഴടക്കാൻ ഇനിയുള്ളത് വെറും നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ്. 5 മണിക്ക് ആദ്യ സംഘം നായ്ക്കനാലിലെത്തും. പാട്ടുവരായ്ക്കൽ ദേശമാണ് ആദ്യം എത്തുക. പാട്ടുവരായ്ക്കൽ ദേശത്തിന് നായ്ക്കനാലിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി സ്വരാജ് റൗണ്ടിലേക്കുള്ള ആദ്യ ടീം ോടൊപ്പം തന്നെ സീതാറാം മിൽസിന്റെ ടീം കൂടി എത്തുന്നുണ്ട്. അവർ നടുവിനാൽ ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. അത്തരത്തിൽ ടീമുകൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സീതാറാം മിൽസ് നേരത്തെ തന്നെ അവിടെ മന്ത്രി R ബിന്ദു ഭദ്രദീപം തെളിയിച്ച് ആ ടീം യാത്രയാക്കിയിട്ടുണ്ട്. നാട്ടിട വഴികളെ ഇതിലേക്ക് സ്വരാജ് റൗണ്ടിലേക്കുള്ള വഴികളിലെയൊക്കെ ഇനി ചെണ്ടയുടെ താളമാണ്, അരമണിയുടെ താളമാണ്, ഒപ്പം ഈ ചുവടുകളുടെ മേളമാണ്, പുലികളുടെ വർണ്ണാഭരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുക്കങ്ങൾ, നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ആവേശം ഇനി കൊട്ടിക്കയറുന്ന മണിക്കൂറുകളാണ്. അല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ട് ഇനി പുലികൾ കീഴടക്കുന്ന ആ ഒരു നിമിഷമാണ് ഇനി കാത്തിരിക്കുന്നത്. 5 മണിക്ക് ആദ്യ ടീം എത്തും. 5 മണിക്ക് നായ്ക്കനാൽ ജംഗ്ഷനിൽ നിന്നും അതുപോലെ തന്നെ നടുവിനാൽ ടീമുകൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതോട് പുലികളുടെ കേന്ദ്രമായി പുലികൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാകും. ഏതായാലും ായ്ക്കൽ ദേശമാണ് ആദ്യം നടുവിനാൽ ജംഗ്ഷനിൽ നിന്ന് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. അവർ 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മത്സരത്തിലേക്ക്, പുലികളിയിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില സസ്പെൻസുകളൊക്കെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. ഏതായാലും ഓരോ പുലികളും അരമണി കിലുക്കി ആ ചെണ്ടത്താളത്തിനൊപ്പം കൊട്ടിക്കയറി വരുന്നത് ആവേശത്തിന്റെ ഒരു വലിയ ആവേശവുമായാണ്. ആ ആവേശത്തിൽ അലിയാൻ ഈ 4ാം ഓണം അത് എല്ലാവരും, തൃശ്ശൂർക്കാർ പ്രത്യേകിച്ച് പൂരം കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന ഒന്നാണ്. തിരുവോണത്തെക്കാൾ വലിയ ആവേശം ഉള്ളത് ഈ 4ാം ഓണത്തിനാണ്. 4ാം ഓണത്തിനാണ് പുലികൾ ഇറങ്ങുന്നത്. പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൃശ്ശൂരിന്റെ സാംസ്കാരികമായ ഒരു അടയാളപ്പെടുത്തൽ അത് പുലികളിയാണ്. ഏതായാലും ആ പുലികളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നമുക്കറിയാം, വലിയ കാത്തിരിപ്പ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയങ്ങൾ, വ്യത്യസ്തങ്ങളായ പുലികൾ. കാട്ടിലുള്ളത് പല ഇനങ്ങളിലും വളരെ കുറച്ചിനം പുലികളാണെങ്കിൽ നമുക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയാൽ പല ഇനത്തിലുള്ള പുലികളെ കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ വെള്ളപ്പുലിയുണ്ട്, വരയൻ പുലിയുണ്ട്, കടുവാപ്പുലിയുണ്ട്, സിംഹത്തിന്റെ മുഖമുള്ള പുലിയുണ്ട്, അങ്ങനെ കരിമ്പുലിയുണ്ട്. ഈ പുലികളെല്ലാം ഈ പുലിമടകളിൽ നിന്ന് ഇനി ഇറങ്ങാൻ കാത്തിരിക്കുന്നു. ിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ഇപ്പോൾ ഈ കാണുന്നതല്ല ദൃശ്യങ്ങൾ. അല്പസമയവും കൂടി കഴിഞ്ഞാൽ ഈ പൂരനഗരിയിൽ അക്ഷരാർത്ഥത്തിൽ ഈ പുലികളെ കൊണ്ട് നിറയുന്നതിനോടൊപ്പം വലിയ വന്ന് നിറയും. ഏതായാലും ആവേശം ഒട്ടും ചോരാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ ന്യൂസും സജ്ജമാണ്. നമ്മുടെ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും കേരള വിഷൻ ന്യൂസിന്റെ ക്യാമറകളുണ്ട്. ഓരോ ദൃശ്യങ്ങളും മിഴിവോടെ നിങ്ങളിലേക്ക് എത്തും. ആവേശം ഒട്ടും കുറയാതെ നമ്മൾ രാവിലെയൊക്കെ കണ്ടതുപോലെ തന്നെ വലിയ ആവേശമാണ് അവിടെ ഉണ്ടാവുക. ഏതായാലും ആ ആവേശം ഒട്ടും ചോരാതെ തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ ഈ പുലികളിയുടെ ആവേശം എല്ലാവർക്കും എത്തും. ഏതായാലും ആ പുലിത്താളത്തിന് വേണ്ടിയുള്ള, പുലികളുടെ ചുവടിന്റെ താളത്തിനുള്ള ആ താളത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ സ്വരാജിലുള്ളത്. അല്പസമയം ഉള്ളിൽ തന്നെ ഈ തെക്കിൻകാട് മൈതാനം ഒരു പുലികളുടെ സ്വന്തമിടമായി മാറും. പുലികളുടെ താളത്തിനൊട്ട്, പുലികളുടെ രൗദ്ര താളത്തിൽ ചുവട് വെച്ച് വരുന്ന പുലികളുടെ കേന്ദ്രമായി ഈ കേന്ദ്രം മാറും. ഏതായാലും ഇനി ആവേശത്തിന്റെ മണിക്കൂറുകളാണ്. ആവേശം കൊട്ടിക്കയറുന്ന മണിക്കൂറുകളാണ്. കഴിഞ്ഞ 1 വർഷത്തെ കാത്തിരിപ്പാണ്. ഒരുപക്ഷെ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേളം, ഈ പുലികളി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ നിരാശരായവരാണ് തൃശ്ശൂർക്കാർ. അതിനുശേഷമാണ് പിന്നീട് അത് നടത്താനുള്ള തീരുമാനം വളരെ സന്തോഷത്തോടെ അവർ ഏറ്റുവാങ്ങിയത്. ഏതായാലും അതെല്ലാം മാറി ഇപ്പോൾ പുലികളിയുടെ ആ മണിക്കൂറുകളിലേക്ക്, ഒരുക്കങ്ങളുടെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിനുള്ള ഒരുക്കത്തിലായിരുന്നെങ്കിൽ ഇനി മേളത്തിന്റെ മണിക്കൂറുകൾ
മണിക്കൂറുകളാണ്, അർമാദിക്കുന്ന മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഹരിത. ആന്റണി, അതേസമയം തന്നെ പല വർണ്ണങ്ങളിലുള്ള പുലികളാണ് ഇറങ്ങാൻ പോകുന്നത്. പച്ച, നീല, റോസ്, അതേസമയം മഞ്ഞ നിറങ്ങളിലുള്ള പല നിറങ്ങളിലുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള പുലികളൊക്കെ ഇറങ്ങുന്നുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഓരോ വെറൈറ്റികളാണ് ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ചില സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സസ്പെൻസുകൾ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. ആ പുലികൾ ആ മടകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പുലികളുടെ സസ്പെൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. കുട്ടിപ്പുലികളും വനിതാ പുലികളും ഒക്കെ ഉണ്ടെങ്കിലും ചില പുലികളിൽ ആ വർണ്ണങ്ങളിൽ, അതുപോലെ തന്നെ അതിന്റെ മുഖം മൂടികളിൽ കാൽപാദങ്ങൾ നമുക്കറിയാം, ഈ തൃശൂർ പൂരത്തിൽ കുടമാറ്റത്തിൽ ഈ പാറമേക്കാവും തിരുവമ്പാടിയും ചില സസ്പെൻസുകൾ എല്ലാ കാലവും ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അത് ആ സമയത്താണ് പൊട്ടിക്കാറ്. അത്തരത്തിൽ ഈ പുലികളിലും ചില സസ്പെൻസുകൾ, ചില വെറൈറ്റികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആവേശം അതിന്റെ മണിക്കൂറുകളിലേക്ക് ഇനി സമയം ദേശം അവിടെ കടക്കും. അവിടെ മേയർ MK വർഗീസ് ആ സംഘത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അവർ കറങ്ങി ഞാൻ നിൽക്കുന്ന നടുവിനാൽ ജംഗ്ഷനിലേക്ക് എത്തും. ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് 5 മണിക്ക് സീതാറാം മിൽസിന്റെ സംഘവും കയറും. അവരും അങ്ങനെ സ്വരാജ് റൗണ്ട് ചുറ്റിക്കയറുമ്പോൾ ബിലി ജംഗ്ഷനിൽ നിന്ന് വിയൂർ യുവജന സമാജത്തിന്റെ ടീം എത്തും. അത്തരത്തിൽ ടീമുകൾ 5 മണിയോടുകൂടി ഈ സ്വരാജ് റൗണ്ട് കീഴടക്കി കളം നിറയും. 7 ടീമുകളാണ് ഇത്തവണ മാറ്റിരിക്കുന്നത്. അതിൽ 31 മുതൽ 51 വരെ പുലികളാണ് ഇത്തവണ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ നിയമാവലി അനുസരിച്ച് അങ്ങനെയാണ്. മാത്രമല്ല, സമ്മാനത്തുകയിലും വലിയ വർധന ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. 25% സഹായമടക്കം ഇത്തവണ നൽകിയാണ് ഇത്തവണ ഈ പുലികളി നടത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇനി ആവേശത്തിന്റെ ആ ഒരു സമയം തന്നെയാണ് കാത്തിരിക്കുന്നത്. ആവേശം പകരാൻ എന്റെ കൂടെ 3 പുലികൾ വേറെയുണ്ട്. അത് നമുക്കറിയാം, രാവിലെ കണ്ടതാണ്. മേഘനയും അതുപോലെ തന്നെ കാളിദാസും അതുപോലെ തന്നെ നിബിൻ നവാസും. പിന്നെ നമ്മുടെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് ഒട്ടും വൈകാതെ വളരെ മിഴിവോടെ പകർത്തുന്ന 2 പുലികൾ ക്യാമറയ്ക്ക് പിന്നിലുണ്ട്. അത് ആണ്, ഒന്ന് വിജീഷാണ്. പിന്നെ നമുക്ക് ഈ ടെക്നിക്കൽ സഹായം നൽകുന്ന മറ്റൊരു പുലി, അത് നമ്മുടെ കേരള വിഷന്റെ ടീം സജ്ജമാണ് ഈ മേളം നിങ്ങളിലേക്ക് എത്തിക്കാനായി. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതൊന്നുമല്ല, ഇത് മാറുകയാണ്. ഈ ഓളം മാറുകയാണ്, മറ്റൊരു ഓളത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ശരി, എന്തായാലും അല്പസമയത്തിനുള്ളിൽ പുലിക്കളി ആവേശം നമ്മളിലേക്ക് ആവേശം ചോരാതെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുലിക്കളി